നമുക്കറിയാം എല്ലാ കുട്ടികളും അവരവരുടെ രീതിക്ക് വളരെ യൂണിക്കാണ്. അവരുടെ ലേണിംഗ് സ്റ്റൈലാണെങ്കിലും ഇൻ്റലക്ച്വൽ എബിലിറ്റി ആണെങ്കിലും വളരെ വ്യത്യസ്തമാണ്. ഇൻ്റലക്ച്വൽ എബിലിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു കാറ്റഗറിയെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. എൻ്റെ പേര് അൽക ഷേഖ. ഞാൻ ലിവ് വെൽ റീഹാബിലിറ്റേഷൻ നെറ്റ്വർക്കിൽ നിന്നും സംസാരിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്ലോ ലേണേഴ്സ്. സ്ലോ ലേണേഴ്സ് എന്നാൽ കുട്ടികളിൽ സമപ്രായക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ലേണിംഗ് റേറ്റ് വളരെ സ്ലോ ആയിരിക്കും. ഇത്തരത്തിലുള്ള കുട്ടികളുടെ IQ റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 70 to 84, അതായത് ബിലോ ആവറേജ്. ഇത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് സ്ലോ ലേണേഴ്സ് അഥവാ ബോർഡർ ലൈൻ ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് എന്ന് ലേബൽ ചെയ്യാം. അതേപോലെ ഈ കുട്ടികൾ അക്കാഡമിക്സിൽ മാത്രമല്ല, ഇവർ കമ്മ്യൂണിക്കേഷനിലും സോഷ്യൽ സ്കിൽസിലും പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഓർമ്മയിൽ വെക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. കുട്ടികളെ നമുക്കെങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്കറിയാം ഓരോരുത്തരുടെ ലേണിംഗ് സ്റ്റൈലും വളരെ ഡിഫറെൻ്റ് ആണ്. ചില കുട്ടികൾ കേട്ടുകൊണ്ട് പഠിക്കുന്നു, ചില കുട്ടികൾ കണ്ടുകൊണ്ട് പഠിക്കുന്നു, ചിലർ പ്രവൃത്തി ചെയ്തുകൊണ്ട് പഠിക്കുന്നു. അതായത് ഓഡിറ്ററി ലേണിംഗ്, വിഷ്വൽ ലേണിംഗ്, കൈനസ്തെറ്റിക് ഓർ ടാക്ടൈൽ ലേണിംഗ്. ഓരോരുത്തരും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ രീതിക്കനുസരിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ. അത്തരത്തിൽ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പഠന രീതി വളരെ എളുപ്പമാകുന്നതാണ്. നമുക്കറിയാം, നമ്മൾ നോർമൽ കുട്ടികളെ നോക്കുമ്പോൾ അവർ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ ഈ സ്ലോ ലേണേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പം ഇവർ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് വളരെ പെട്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടി കുറച്ചുകൂടെ കോം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള എൻവയോൺമെൻറ്റിൽ ഇരുന്ന് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് പഠനം കുറച്ചുകൂടി എളുപ്പമാവുന്നത് കാണാം. മെമ്മറി ഇഷ്യൂ നമുക്ക് ഈ കുട്ടികളിൽ കണ്ടുവരാം. മെമ്മറി ഇഷ്യൂ കാരണം ഇവർക്ക് ഒരു കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവർക്ക് കൂടുതൽ പ്രാക്ടീസ് നൽകാം, റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് നൽകാം. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കാര്യങ്ങൾ ഓർത്ത് വെക്കാനും പഠനം എളുപ്പമാക്കാനും സാധിക്കുന്നതാണ്. നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ സ്ലോ ലേണിങ്ങും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയും ഒന്നല്ല. സ്ലോ ലേണിങ്ങിലുള്ള കുട്ടികളുടെ IQ ലെവൽ നമ്മൾ നോക്കുമ്പോൾ ബിലോ ആവറേജിൽ കാണാം. എന്നാൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ IQ ലെവൽ നമുക്ക് കാണാം ആവറേജ് ഓർ ബിലോ ആവറേജ് കാണാം. ഇത്തരത്തിലുള്ള കുട്ടികൾ കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഡിഫിക്കൽറ്റിയാണ്. അതായത് റൈറ്റിംഗ്, റീഡിങ്, സ്പെല്ലിങ് ഇത്തരത്തിലുള്ള മേഖലകളിലാണ് ഇത്തരം കുട്ടികൾ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി പഠിക്കാൻ കുറച്ച് പുറകോട്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അവരെ ലാബിൽ ചെയ്യാതെ നമ്മൾ ആദ്യം കുറച്ച് സപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് റെക്കഗ്നൈസ് ചെയ്ത ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഒരു അസസ്മെൻറ്റ് നടത്തി റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ കുട്ടികളെ ആവശ്യമുള്ള രീതിയിൽ സഹായിക്കാവുന്നതാണ്. താങ്ക് യു.